കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്റെ പ്രാണൻ പോകുന്നത് വരെ ഞാനത് ഉറപ്പായും നിർവഹിച്ചിരിക്കും. ഇത് അങ്ങേക്ക് നൽകുന്ന വാക്കാണ് നാഗരാജൻ. ആ ദുർമന്ത്രവാദിനി ചെയ്യുന്ന എല്ലാ ആഭിചാര ക്രിയകളെയും വേരോടെ ഞാൻ നശിപ്പിച്ചിരിക്കും. ഈ നാഗവംശത്തിനും നമ്മുടെ നാഗലോകത്തിനും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ നാം സംരക്ഷിച്ചിരിക്കും. എന്റെ ധൈര്യവും ബലവും ഞാൻ ഉപയോഗിച്ച് എന്റെ ജീവൻ തന്നെ ഇല്ലാതായാലും ശരി, ആ ക്ഷേത്രത്തെയും ആ ക്ഷേത്രത്തിനുള്ളിലെ രഹസ്യത്തെയും ഉറപ്പായും നാം സംരക്ഷിച്ചിരിക്കും. നിന്റെ ശക്തിയിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു കുമാര. ആ സർപ്പയാഗം നടക്കാതെ തടഞ്ഞതുകൊണ്ട് നീ ഒരു നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അത് തടഞ്ഞു നിർത്തിയത് ഞാനല്ല, എന്റെ നാഗിനിയാണ്. എന്റെ മകൾ നാഗിനിയോ? എന്റെ മകൾ സുഖമായിരിക്കുന്നു? അവൾക്കിപ്പോൾ യാതൊരുവിധ ശക്തികളും ഇല്ലെങ്കിൽ കൂടി ആ ദുർമന്ത്രവാദിയുടെ മന്ത്രശക്തിയിൽ അകപ്പെടാതെ സധൈര്യം അവളെ എതിർത്ത് പോരാടി. നമ്മുടെ കുലദൈവമായ ആ സുബ്രഹ്മണ്യൻ നേരിൽ പ്രത്യക്ഷപ്പെട്ടതും അതേസമയം തന്നെ ആ ദുർമന്ത്രവാദിനിയുടെ യാഗം മുടങ്ങിപ്പോയതിനും കാരണം നമ്മുടെ നാഗിനിയാണ്. ആ ദുഷ്ടശക്തികൾ എന്നെ ആക്രമിക്കാതെ സംരക്ഷിച്ചതും നമ്മുടെ നാഗവംശം തീയുദ്ധയ്ക്കാതെ തടഞ്ഞു നിർത്താൻ കാരണമായതും എല്ലാം നമ്മുടെ നാഗിനിയാലാണ്. നമ്മുടെ നാഗവംശത്തിൽ ആര് നല്ല കാര്യം ചെയ്തിരുന്നാലും അവരെ വിളിച്ച് അഭിനന്ദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്യാറുണ്ട്. ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്ത നമ്മുടെ മകളോട് അങ്ങ് ക്ഷമിക്കില്ലേ നാഗരാജ? നാഗിനി ചെയ്ത അത്ഭുതകരമായി ഈ പ്രവൃത്തിയെ പ്രകീർത്തിച്ച് വരാൻ പോകുന്ന സുബ്രഹ്മണ്യ പൂജയുടെ അന്ന് അവളുടെ ശക്തി ഞാൻ തിരികെ നൽകുന്നതായിരിക്കും. മാത്രവുമല്ല, നാഗലോകത്തേക്ക് വരാൻ അനുമതിയും നൽകുന്നതായിരിക്കും. അർജുൻ സോംബിയിലായിരിക്കോ അതോ നാഗപുരത്തായിരിക്കോ? നാഗപുരത്തുണ്ടോ എന്നാണ് എന്റെ ഡൗട്ട്. ഫോൺ വന്നപ്പോ ഇയാളെന്തിനാ എത്ര ടെൻഷനാണ്? സാൻവി മേഡം ആണ് സർ. സംസാരിക്കും. സ്പീക്കർ ഓൺ ചെയ്തിട്ട് സംസാരിക്കും. ഗുഡ് മോർണിംഗ് മാഡം. നീ ഇപ്പൊ എവിടെയുള്ളത്?
ഹലോ, പിക്ക് അപ്പ് ദ കോൾ. ഹലോ, എന്തെങ്കിലും ഒന്ന് പറയ. പിക്ക് അപ്പ്. യു ഫൂൾ, ആൻസർ മീ. നീ എന്താ അവിടെ ചെയ്യുന്നേ? ഹലോ, എന്തെങ്കിലും പറയ. ഹലോ, എന്തെങ്കിലും പറയ. സംസാരിക്കേ. മാഡം, വേർ ആർ യു? നീ എവിടെയാ ഉള്ളത്? അത് എന്താ നീ ഒന്നും പറയത്തെ? പറ, നീ എവിടെയാ ഉള്ളത്? ആ, ഹായ് ചേച്ചി, ഹൗ ആർ യു? ചേച്ചി പെട്ടെന്ന് വിളിക്കുന്നത് കണ്ടപ്പോ നമ്മുടെ ടെൻഷനായിട്ട് സംസാരിക്കാൻ പറ്റാതെ നിൽക്കുക. എവറിത്തിങ് ഈസ് ഫൈൻ വിത്ത് മീ. വാട്ട് അബൌട്ട് യു? പിയുടെ ഫോണ് വാങ്ങി ഇവൻ സംസാരിക്കണമെങ്കിൽ ഇവൻ എന്തോ കവർ ചെയ്യാൻ നോക്കുകയാണ്. അത് ഒന്നുമില്ല അർജുൻ, നിന്നെ വിളിച്ചിട്ട് ഒരുപാട് നാളായില്ലേ. വിളിക്കാൻ ട്രൈ ചെയ്തപ്പോ ലൈന് കിട്ടുന്നില്ലായിരുന്നു. അതാ ഞാൻ ഇവളുടെ ഫോണിലേക്ക് വിളിച്ചേ. നിനക്ക് സുഖമാണോ അർജുൻ? യാ, ഐ എം ഫൈൻ. അല്ല, വർക്കൊക്കെ എങ്ങനെ പോകുന്നു ചേച്ചി? നീ ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് നിന്റെ ജോലിയും കൂടെ എനിക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. ശരി അർജുൻ, എനിക്ക് വേറൊരു കോള് വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ ചേച്ചി, ബൈ. മാഡത്തിന്റെ സൗണ്ട് പെട്ടെന്ന് കേട്ടപ്പോ എന്താ പറയണമെന്നറിയാതെ ഞാൻ പേടിച്ചു പോയി. എവിടെയാണെന്ന് ചോദിച്ച ഉടനെ അവൻ ഇത്രയ്ക്ക് ഉരുണ്ട് കളിക്കണമെങ്കിൽ എന്റെ അടുത്ത് നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ടെന്നാ തോന്നുന്നത്. സത്യം പറയരുതെന്ന് അവൻ ആ പിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. സംതിങ് ഇസ് ഫിഷി. അർജുൻ ഉറപ്പായും എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ട്. അവൻ എന്താണ് ഒളിപ്പിക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഞാൻ നാഗപുരത്ത് കുറെ കൂടെ ശ്രദ്ധ ചെലുത്തിയേ പറ്റൂ. ഇത്രയ്ക്ക് ധൃതിപ്പെട്ട് ചേച്ചി എന്തിനാ ഫോൺ ചെയ്ത്? ചേച്ചിക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് തോന്നിക്കാണോ? ഇപ്പൊ അങ്ങനെ ഡൗട്ട് തോന്നേണ്ട കാര്യമുണ്ടോ? ഇനി എന്തെങ്കിലും പ്രശ്നമാവോ? നമ്മുടെ നാഗപുരത്തില് ഭൂമിക്കടിയിൽ നിന്നും സുബ്രഹ്മണ്യൻ പുറത്തു വന്നിരിക്കുന്നു. ഇതെല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു. ആയതിനാൽ എല്ലാവരും സുബ്രഹ്മണ്യന്റെ മുന്നിൽ വന്ന് ദർശന പുണ്യം നേടണമെന്ന് അറിയിച്ചു കൊള്ളുന്നു. എന്തോ ഭവാനി? നീ നോക്ക്, നീ എന്റെ കൂടെ നടക്കണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്? ഒന്നുകിൽ മുന്നിൽ നടക്ക്, അല്ലെങ്കിൽ നീ എന്റെ പിന്നിൽ നടന്നു വാ. എന്റെ കൂടെ ചേർന്ന് നടക്കണ്ട. അതിനിപ്പോ എന്താ സംഭവിച്ചേ? നീ ഞാൻ വിചാരിച്ചതുപോലെ നല്ലവനൊന്നും അല്ല. നിന്റെ അഭിനയം മനസ്സിലായില്ലെന്നാണ് വിചാരം. അഭിനയോ? പിന്നെ വേറെന്താ ഞാൻ പറയണ്ടേ? രാത്രി ഞാൻ ബ്ലാങ്കറ്റ് പുതപ്പിക്കാൻ വന്നപ്പോ നീ ഉണർന്ന കടന്നെന്ന് എനിക്ക് മനസ്സിലായി. നീ ഉറങ്ങുന്നത് പോലെ അഭിനയിച്ച് എന്നോട് കള്ളം കാണിച്ചതൊക്കെ മനസ്സിലായില്ലെന്നാണോ വിചാരിക്കുന്നേ? അത് ഇന്നലെ ഇയാള് അടുത്ത കള്ളത്തരൊന്നും പറയണ്ട എന്നോട്. ഇനി അതുപോലെ നീ എന്നോട് എന്തെങ്കിലും കാണിച്ചാലുണ്ടല്ലോ, ദേ അച്ഛനെ കണ്ടല്ലോ. അച്ഛന്റെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. ഇനി അങ്ങനെ എങ്ങനെ ചെയ്താ നിന്നെ ഇടിച്ച് ചമ്മന്തിയാക്കും. എന്തോ ചമ്മന്തിയാ? മനസ്സിലായില്ല. എന്റെ പൊന്നു മാഷി, നിങ്ങളൊന്ന് പോയി തരുവോ? ഇനി ഇയാളുടെ അച്ഛൻ എന്നെ ഇടിച്ച് ചമ്മന്തി ആക്കാനൊന്നും നിൽക്കണ്ട, ഞാൻ പൊയ്ക്കോളാം.
सर्वयज्ञकरुणाकर षण्मुखस्य परं स्तोत्रं पावनं पापनाशनम् ॐ श्री स्वामिनाथ गुरवे नमः ॐ श्री सुब्रह्मण्याय नमः ഇതെവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നേ? നിനക്കെന്താ കണ്ണു കാണാൻ പാടില്ലേ? എന്തിനാ ഇത്ര സ്പീഡ്? ഏയ് നിന്നോടാ, എന്തിനാ ഇത്ര സ്പീഡെന്ന്? കാറെന്ന് പറയുന്നതിന് സ്പീഡിൽ പോകാനുള്ളതാ, അല്ലാതെ നീ നടക്കുന്നത് പോലെയല്ല. ഞാനിപ്പോ ഒതുങ്ങി പോയില്ലായിരുന്നെങ്കിൽ നീ എന്നെ ഇടിച്ചു വീഴ്ത്തിയേനെ. സോറി പറയാൻ വരുന്ന ആൾക്ക് എന്തിനാ ഇത്ര ബിൽഡപ്പ്? എന്ത്? ഞാൻ നിന്റെ അടുത്ത് സോറി പറയണമെന്നോ? ആരാ നീ? ഈ റോഡ് നീ നിന്റെ വീട്ടുകാരൊന്നും ഉണ്ടാക്കിയതല്ലോ. നീ ഉണ്ടാക്കിയതാണോ? അത് നിന്റെ വീട്ടുകാരുണ്ടാക്കിയതോ? ഇത് എന്റെ നാട്. ഈ നാട്ടിലെ റോഡായാലും അമ്പലമായാലും പുല്ലാണെങ്കിലും മരമാണെങ്കിലും അത് ഈ നാടിന്റെ സ്വന്തമാണ്. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതിനു മുമ്പ് ഈ നാട്ടിൽ നിന്നെ കണ്ടിട്ടില്ലല്ലോ. ഇത് നാട്ടിൻ പുറമാണ്. മര്യാദ കൊടുത്താ മര്യാദ കിട്ടും. അഹങ്കാരം കാണിക്കാനാണെങ്കിൽ പല്ലടിച്ച് താഴെയിടും. അത് നീ ഓർത്തോണം. നീ എനിക്ക് വാർണിംഗ് തരുന്നോ? നിനക്കെന്താ തലയ്ക്ക് സുഖമില്ലേ? ഞാൻ ആരാന്ന് നിനക്ക് അറിയാമോ? നീ ആരാണെന്ന് അറിയേണ്ട ആവശ്യം എനിക്കുമില്ല. ഭവാനി, വേഗം വാ. വരുന്നു. Who the hell are you to question me? Who the hell are you? ഈ ശബ്ദം ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ ഇവളുടെ ശബ്ദം കേട്ടപ്പോ ഞാൻ അന്ന് ഫോണിലും സ്വപ്നത്തിലും കേട്ട ശബ്ദം പോലെയുണ്ട്. ഇവളാ ദുർമന്ത്രവാദിനെ പേടിപ്പിച്ചവളെ പോലെയുണ്ട്. ഇനി ശരിക്കും ഇവക്ക് എന്തെങ്കിലും ശക്തികൾ ഉണ്ടാവോ? ഇവളുടെ ശക്തി വെച്ച് എന്നെ എന്ത് ചെയ്യാനാ? ഭവാനി, ഹര 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 ഹര
മുരുകന്റെ വിഗ്രഹം എപ്പോഴാണ് പുറത്തു വന്നത്? नारायणाय नमः രാവിലെ വയലിൽ ജോലിക്കുന്നവർ കണ്ടിട്ട് പറഞ്ഞതാ. ഇന്നലെ അല്ല, രാവിലെ തന്നെ കാണണമെങ്കിൽ രാത്രിയായിരിക്കും ശില പുറത്തു വന്നത്. करात्मकाय नमः ॐ सेनानिने नमः ॐ अग्न ദേ കൃഷ്ണനാഥ പണിക്കർ വരുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം നമസ്കാരം. നമസ്കാരം നമസ്കാരം. 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 ॐ पार्वतीप्रियनन्दनाय नमः ॐ गङ्गासुताय नमः ॐ सुब्रह्मण्याय नमः ॐ गुहाश्रिताय नमः നമ്മുടെ ഗ്രാമത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിരിക്കുക. നമുക്ക് എല്ലാവർക്കും നല്ലത് നടക്കാൻ പോവാണെന്ന് അതിനർത്ഥം. ॐ वंशवृद्धिकराय नमः ദൈവം ഏത് രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടാലും അതിനൊക്കെ ഒരു കാരണമുണ്ടാകും. क्षयफलप्रदाय नमः ॐ श्री सरवणभवस्वामिनाथ गुरवे नमः ॐ സുബ്രഹ്മണ്യൻ അഭിഷേകം ചെയ്തോളൂ അമ്മേ. ध्यायामि ध्यानं समर्पयामि आवाहयामि आवाहनं समर्पयामि समर्पयामि श्री सुब्रह्मण्य स्वामिने नमः पादयोः पाद्यं समर्पयामि हस्तयोः अर्घ्यं समर्पयामि मुखे गजाननं चन्द्रसमानवर्णं स्वदन्तपाशाङ्कुशलड्डुकानि हस्तैर्दधानं कमलासनस्थं विघ्नेश्वरं नौमि सदा प्रसन्नम्